أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما നമ്മള് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ മുൽക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. അർത്ഥസഹിതം എല്ലാവരും മനസ്സിലാക്കി. കഴിയുന്നവരൊക്കെ മനഃപ്പാഠമാക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മള് ആഴ്ചയിൽ കുറച്ച് ആയത്തുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് പിന്നെ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ അത്രയും ആയത്തുകൾ പഠിച്ചു വരിക. സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ തയ്യാറാകുക. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് സൂറത്തുൽ ഖലമാണ് അല്ലെ. സൂറത്തുൽ ഖലം മക്കയിൽ അവതരിച്ചതാണ്. 52 ആയത്തുകളാണുള്ളത്. ഈ സൂറത്തിന് സൂറത്തു നൂൻ വൽ ഖലം എന്നും പിന്നെ സൂറത്തുൽ ഖലം എന്നും സൂറത്തു നൂൻ എന്നും പേരുണ്ട് ഈ സൂറത്തിന്. നൂൻ വൽ ഖലം, നൂൻ, സൂറത്തുൽ ഖലം, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പേരുകൾ ഇത് അറിയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് വെച്ചാല് ആദ്യ കാലഘട്ടത്തിൽ അവതരിച്ചതാണ്. ആദ്യം എന്ന് വെച്ചാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിലെ പ്രബോധനം. അതായത് സൂറത്തുൽ അലഖ് അവതരിച്ച് പിന്നെ സൂറത്തുൽ മുദ്ദസിറും സൂറത്തുൽ മുസമ്മിലും അവതരിച്ച് അതിനുശേഷമാണ് ഈ സൂറത്തുൽ ഖലം അവതരിച്ചത് എന്ന് പറയുന്നുണ്ട്. അമാനി തഫ്സീറില് പിന്നെ പറയുന്നത് സൂറത്തുൽ തലാഖ്, സൂറത്തുൽ മുദ്ദസിർ എന്നിവ അവതരിച്ചതിന് ശേഷമാണ് ഇത് അവതരിച്ചത്. പിന്നെ അപ്പം ഞാൻ വേറൊരു തഫ്സീറിന്റെ ക്ലാസ്സിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി അവരുടെ ക്ലാസ്സിൽ പിന്നെ കേട്ടപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാല് സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 വചനങ്ങൾ, പിന്നെ സൂറത്തുൽ മുദ്ദസിർ, പിന്നെ സൂറത്തുൽ മുസമ്മിൽ, പിന്നെ മുസമ്മിൽ മുദ്ദസിർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഖലം അവതരിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പം വളരെ ആദ്യ സമയത്താണ് പിന്നെ ഇത് അവതരിച്ചിട്ടുള്ളത്. ഇതിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്. കൂടുതലും മക്കയിൽ തന്നെയാണ് അവതരിച്ചത് അല്ലെ. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഈ അധ്യായത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കേവലാക്ഷരങ്ങളിലെ ഒരക്ഷരം കൊണ്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ആദ്യം അവതരിച്ചത് ഈ സൂറത്താണ്. കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ആദ്യം അവതരിച്ചതും ഈ സൂറത്താണ്. സുബ്ഹാനല്ലാഹ്. നോട്ട് ചെയ്ത് വെച്ചേ ഒരു പോയിന്റ്. കാരണം ഖുർആനെ കുറിച്ച് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണല്ലോ. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും സൂറത്തുൽ അലിഫ് ലാം മീം, സൂറത്തുൽ ബഖറ അതൊക്കെ ആയിരിക്കും ആദ്യം കേവലാക്ഷരങ്ങൾ കൊണ്ട് അവതരിച്ചത്. സത്യത്തിൽ ഈ അധ്യായമാണ് അക്ഷരത്തിന്റെ തുടക്കം അല്ലെ. ഒരുപാട് സൂറത്തുകളുണ്ട് അല്ലെ. തുടക്കത്തിൽ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊടുത്തിട്ടുള്ള ഹുറൂഫുൽ മുഖത്തആത്ത് എന്ന് പറയും. പിന്നെ അപ്പം പിന്നെ അതുപോലെ ഈ കേവലാക്ഷരങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് അള്ളാഹു അലം എന്നാണ് അല്ലെ. കൂടുതലും ആർക്കും അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയില്ല. ചില സൂറത്തുകളുടെ ഇതില് ചില കാര്യങ്ങൾ ഇങ്ങനെ മുഫസ്സിരിങ്ങൾ പറയാറുണ്ട് എന്നല്ലാതെ പിന്നെ ഈ ഒരു പിന്നെ അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് തുടക്കത്തിൽ ഇങ്ങനെ കുറെ അല്ലെ. ഇപ്പൊ ഇവിടെ നൂനാണെങ്കിൽ വേറൊരു സ്ഥലത്ത് നമുക്കറിയാലേ സ്വാദ്, വേറൊരു സ്ഥലത്ത് ഖാഫ്, പിന്നെ അലിഫ് ലാം മീം, പിന്നെ ഹാമീം അല്ലെ. അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം റാ, പിന്നെ അങ്ങനെ കുറെ ഉണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അല്ലാതെ അറിയില്ല. പിന്നെ ഈ പരിശുദ്ധ ഖുർആനിലെ ആദ്യ സമയത്ത് അവതരിക്കപ്പെട്ട സൂറത്തുകളിൽ പെട്ടതാണ് ഇതെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ പറയുന്ന വെച്ചാല് പിന്നെ നൂന് എന്നതുകൊണ്ട് പിന്നെ മഷി എന്ന് ഉദ്ദേശിക്കുന്നെന്ന് പറയുന്നത്, പിന്നെ
ഒരു പ്രവാചകനെ ദുന്നൂൻ എന്ന് പറയാറുണ്ട് അല്ലെ. മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ യൂനുസ് നബി അലൈഹി സ്വലാമിന് നൂൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പലരും ഇതിന്റെ വിഷയത്തിൽ മുഫസ്സിരിങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല മൗലമ, അത് ഇങ്ങനെയും പറയുന്നുണ്ടല്ലോ, അത് എന്താ വെച്ചാല് ഒരു അറബികള് അങ്ങനെ ഈ ഒറ്റക്ഷരത്തിലും ഇങ്ങനെ പറയട്ടെ മോളെ പറയട്ടെ, ഞാൻ എന്നെ ഫുള്ളും പറയാൻ ഫുൾ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഓക്കെ. ഓരോ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. പിന്നെ എന്നാല് പിന്നെ ഈ കേവലാക്ഷരങ്ങളെ സത്യത്തില് ഈ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ അവതരിച്ചതാണ് ഈ ഈ അധ്യായം എന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പം അവിടെ മക്കയിലെ അവസ്ഥ എന്ന് പറഞ്ഞാല് സാഹിത്യപരമായിട്ട് നല്ല പിന്നെ കഴിവും സാമർഥ്യവും ഒക്കെ ഉള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഒരുപാട് സാഹിത്യ സൃഷ്ടികള് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അപ്പം അവിടെ അതിലൊന്നും ഇല്ലാത്ത ഒരു പ്രയോഗമാണെന്ത് ഈ ഒരു പ്രയോഗം. അപ്പം ഇങ്ങനെ ഒരു പ്രയോഗം അവർക്ക് എന്തില്ല, തീരെ പരിചയമില്ല. അപ്പൊ ഇങ്ങനെ ഒരു തുടക്കം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അങ്ങനെയുള്ള ആളുകളുടെ ശ്രദ്ധ ഖുർആനിലേക്ക് ക്ഷണിക്കാൻ കാരണമാകും എന്നുള്ള രീതിയിലും ഈ പണ്ഡിതന്മാർ ഈ ഒരു കേവലാക്ഷരങ്ങള് പിന്നെ പിന്നെ ആ രീതിയിലും വിശദീകരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് ഖുർആൻ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകാൻ സാധിക്കും, പലപ്പോഴും ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങള് ആ അക്ഷരം ആ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചായിരിക്കും. പരിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങളായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ സൂറത്ത് കലമിന്റെ തുടക്കത്തില് പരാമർശിക്കപ്പെട്ട ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഒരു അധ്യായം തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഏതാണ് നമ്മൾ അറിയണമല്ലോ അല്ലെ. ആ നിലക്കാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ അല്ലെ. ഇങ്ങനെ ഓരോ സൂറത്തിന്റെയും തുടക്കത്തില് ഇങ്ങനെ കേവലാക്ഷരങ്ങൾ വരുമ്പോ അവിടെ എല്ലാം ഖുർആനിനെ കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത്. ഇപ്പം യാസീൻ വൽ ഖുർആനിൽ ഹകീം അല്ലെ. നമുക്ക് സുപരിചിതമായ ആയത്തുകൾ തന്നെ എടുക്കാം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ സുബ്ഹാനല്ലാഹ് അല്ലെ. അവിടെ എല്ലാം നോക്കിയട്ടെ ഖുർആനിനെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഖുർആനിനെ അതിന്റെ മഹത്വത്തെ അതിന്റെ ഓരോ വിഷയത്തിലുമുള്ള പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് ഈ പിന്നെ കേവലാക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക കേട്ടോ. ഇങ്ങനെ കേവലാക്ഷരം വരുന്ന സൂറത്തുകളുടെ തുടക്കത്തില് ഈ ആയത്തുകൾ ഒന്ന് നിങ്ങൾ എന്താക്കാം, ഒന്ന് പരിശോധിക്കാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് അധ്യായത്തിലോട്ട് കിടക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. അല്ലാഹു തആല ഈ അധ്യായത്തിന്റെ തുടക്കത്തിലും എന്താണ് പറയുന്നത്? നൂൻ അല്ലെ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. വൽ ഖലം പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ എഴുതുന്നതും അല്ലെ, എഴുതുന്നതും രേഖപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേന കൊണ്ടാണ് സത്യം ചെയ്തിരിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ
നമുക്ക് അറിയാം, നമ്മളിപ്പോ പറഞ്ഞല്ലോ അല്ലെ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ സൂറത്തിന്റെ അവതരണം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടം. ശരിക്കും ആദ്യ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പേന കൊണ്ടും എഴുതുന്ന കാര്യങ്ങളെ കൊണ്ടും സത്യം ചെയ്യാന്ന് അല്ലെ. പേന എന്ന് പറയുന്ന ആ ഒരു വസ്തുവിന് എന്തുണ്ട്? ഒരുപാട് മഹത്വങ്ങളുണ്ട് അല്ലെ, ഒരുപാട് മഹത്വങ്ങളുണ്ട്. പിന്നെ അന്ന് അവിടെ ആ മക്ക കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഈ പേനക്കും എഴുത്തിനും ഒക്കെ ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തികച്ചും നിരക്ഷരനായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒന്നും എഴുത്തോ വായനയോ പഠിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു അല്ലെ. അങ്ങനെ ഒരാളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഒരു കാര്യത്തിന് സെലക്ട് ചെയ്തതിൽ ഒരുപാട് ഹിക്മത്ത് ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പേന കൊണ്ട് സത്യം ചെയ്ത് പറയുന്ന അല്ലെ. നമ്മള് തുടക്കത്തില് ഏറ്റവും ആദ്യം അവതരിച്ച അധ്യായം, അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? ഇഖ്റ അല്ലെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലെ. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച. സുബ്ഹാനല്ലാഹ്. അവിടെ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഇവിടെ സത്യം ചെയ്ത് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പരിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളില് ഇങ്ങനെ സൂറത്തിന്റെ തുടക്കത്തില് ചില കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, വൽ ഫജ്ർ വൽ അസ്ർ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നുണ്ട്. ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വസ്തുക്കളെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു ആണ് സത്യം എന്നല്ലാതെ സത്യമായിട്ടൊന്നും പറയാം, അല്ലാതെ അതിന്റെ കൂടെ ചേർത്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ഒരു വസ്തുവിനെ കൊണ്ട് നമുക്ക് എന്താക്കാൻ പാടില്ല? സത്യം ചെയ്ത് പറയാൻ പാടില്ല. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. ചില ആൾക്കാർ പറയും ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം, മക്കളാണ് സത്യം അല്ലെ, പരിശുദ്ധ ഖുർആനാണ് സത്യം, കഅബയാണ് സത്യം, അങ്ങനെ റസൂലാണ് സത്യം. ഇങ്ങനെ എന്താണോ കയ്യിൽ കിട്ടുന്ന വായിൽ തോന്നുന്ന കാര്യങ്ങൾ അതിലെല്ലാം ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് നമ്മുടെ മനുഷ്യന്മാർക്ക് അല്ലെ. ചില പള്ളികളെ സത്യം ചെയ്തിട്ട് എടുത്തു പറയും. ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു പറയൽ തന്നെ അല്ലെ. സുബ്ഹാനല്ലാഹ്. സത്യത്തില് നമുക്ക് അത് അനുവദിച്ചതല്ല. നമുക്ക് അങ്ങനെ പറയാനേ പാടില്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറൊരാളെ പേരിലും നമുക്ക് എന്താക്കാൻ പറയില്ല, സത്യം ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏത് വസ്തുവിനെ കൊണ്ടും സത്യം ചെയ്ത് പറയാം. ശരിക്കും പറഞ്ഞാല് അള്ളാഹു തആല സത്യം ചെയ്ത് എന്തൊരു വസ്തുവിനെ കൊണ്ട് പറയുന്നുവോ അതിനെന്തുണ്ട്? വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഒരുപാട് ചിന്തിക്കേണ്ട വകുപ്പുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇവിടെ പേനയാന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ശരിക്കും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് പേനയാന്ന് പറയുന്നല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ആദ്യം സൃഷ്ടിച്ച വസ്തു എന്ന് പറയുന്നത് പേനയാണ്. ഏറ്റവും ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ചത്. അതിലാണ് വിധി അല്ലെ, വിധി എഴുതി വെച്ചത്. പിന്നെ വേറെ രീതിയിൽ പറയുമ്പോൾ ഇവിടെ മനുഷ്യന്റെ കർമ്മരേഖകൾ അല്ലെ, കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം അവർ എഴുതുന്നത് അല്ലെ. അപ്പം മലക്കുകൾ എഴുതുന്ന കർമ്മരേഖകളാണ് എന്നും ഈ ഒരു ആയത്തിന് ചില അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇവിടെ എല്ലാം അല്ലെ, എല്ലാ നിലക്കും മനുഷ്യരെഴുതുന്ന പേനകളും അവരെഴുതുന്ന ലിഖിതങ്ങളും എന്നും എല്ലാം അതാണ് ഏറ്റവും കൂടുതൽ പ്രബലമായ അഭിപ്രായമായിട്ട് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും അത് ബാക്കി നമുക്ക് അള്ളാഹു അലമെ മാത്രമേ പറയാൻ കഴിയൂ അല്ലെ, ഇങ്ങനെയുള്ള കാര്യം. അപ്പം പേനയും അതുകൊണ്ട് എഴുതുന്ന കാര്യവും തന്നെയാണ് സത്യം. പറഞ്ഞ ആ കാര്യം കൊണ്ട് സത്യം ചെയ്തിട്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്?
മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. മാ അൻത, നീ അല്ല അല്ലെ, നീ അല്ല, ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട്, ബിമജ്നൂൻ, ഭ്രാന്തൻ, ഒരു ഭ്രാന്തനല്ല നീ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അവിടെയുള്ള മക്കയിലുള്ള അവിടുത്തെ ആളുകൾ അല്ലെ, സുബ്ഹാനല്ലാഹ്, 40 വയസ്സുവരെ അവർക്കിടയിൽ ജീവിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവർക്ക് വളരെ എന്താണ് സുസമ്മതനും എല്ലാവർക്കും പ്രിയപ്പെട്ടതും അല്ലെ, അവരെല്ലാവരും സ്നേഹത്തോടെ അൽ അമീൻ എന്ന സ്ഥാനപ്പേര് നൽകി വിളിച്ച ഒരാളാണ് 40 വയസ്സ് വരെ. അവർക്കിടയിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല, ആർക്കും ഒരു കുറ്റം പറയാനില്ല. അത്രയും എന്താ പറയാ, ലോല മനസ്കൻ, വളരെ മൃദു സമീപനം, എല്ലാരോടും കാരുണ്യത്തോടെ അല്ലെ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോ പോലും എല്ലാരും അംഗീകരിക്കപ്പെട്ട ഒരാളായിരുന്നു ആര്, മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അദ്ദേഹം റസൂലായി അല്ലെ, പ്രവാചകനായി അള്ളാഹു തആല തിരഞ്ഞെടുക്കുന്നതോടുകൂടി, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹയിലൂടെ നുബുവത്തിന്റെ ആ ഒരു സാക്ഷാത്കാരം സംഭവിക്കുന്നതോടുകൂടി അവിടുത്തെ ആളുകൾക്ക് എന്തായി മാറി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് പല രൂപത്തില് ആക്ഷേപിക്കാൻ തുടങ്ങിയില്ലേ. എന്തോ മുഹമ്മദിന് എന്തോ ഭ്രാന്ത് വന്നിട്ടുണ്ട്, ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട്, എന്തോ സിഹറ് പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്തെല്ലോ പിച്ചുമ്പയും പറയുന്നതാ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തില് ആരോപണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടേയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യം ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ, നമ്മളെ കാര്യം എടുത്താൽ മതി. ഇപ്പൊ നമ്മളെ വീട്ടിലത്തെ കാര്യം നോക്കിക്കോ. നമ്മളെ വീട്ടില് പിന്നെ നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് നമ്മള് ഭർത്താവിന്റെ വീട്ടിൽ പോയി വിചാരിക്കാം. അവിടെ നമുക്ക് നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളോട് എല്ലാവർക്കും സ്നേഹമാണ് അല്ലെ. നമ്മൾ അങ്ങനെ സ്നേഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ എന്തെങ്കിലും പഠിച്ച് ഖുറാനെല്ലാം പഠിച്ച് പിന്നെ നല്ല അതുവരെ ഉണ്ടായ ഇതിൽ നിന്ന് മാറി നല്ല ഒന്നും കൂടി കൂടുതൽ നന്നായി പിന്നെ നല്ലതായ ഒരു അവസ്ഥയിലേക്കെല്ലാം വരുമ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകൾക്കൊക്കെ നമ്മളോട് ഇഷ്ടമില്ലാണ്ട് വെറുപ്പായിട്ട് മാറിയാല് നമ്മളുടെ മനസ്സ് എന്തായിരിക്കും? നമുക്ക് ഭയങ്കര വിഷമായിരിക്കൂലേ അല്ലെ. അത് നമ്മൾ ഇത്രയും നാൾ ഇഷ്ടപ്പെട്ട, നമ്മളെ കൂടെ നിന്ന, നമ്മളെ സ്നേഹിച്ച, നമ്മളൊന്നിച്ച് നടന്ന ആളുകൾ നമ്മൾ അകറ്റി നിർത്തുമ്പോ, മാറ്റി നിർത്തുമ്പോ, ദേഷ്യത്തോടെ നോക്കുമ്പോ, നമ്മളെ കുറ്റം പറയുമ്പോ, ഭ്രാന്തനെന്നും പിന്നെ ആഭിചാരക്കാരനെന്നും അങ്ങനെ എന്തെല്ലാം പേര് വിളിക്കാൻ പറ്റുമോ അതൊക്കെ വിളിച്ച് നമ്മളെ മാറ്റി നിർത്തുമ്പോ നമ്മളെ മാനസികാവസ്ഥ ഒന്ന് എടുത്തോക്ക്. ശരിക്കും നമ്മളായിട്ടൊന്ന് കണ്ടു നോക്കേ, എന്തായിരിക്കും നമ്മളെ അവസ്ഥ? നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അല്ലെ. നമ്മളെ ആരെങ്കിലും ഒരാൾ ചെറുതായിട്ട് നേർക്ക് നേരെ അല്ലാണ്ട് വളഞ്ഞു തിരിഞ്ഞിട്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടാൽ തന്നെ നമുക്ക് എന്താണ്, വിഷമാകാൻ തുടങ്ങും അല്ലെ, ടെൻഷൻ ആകാൻ തുടങ്ങും അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ മനുഷ്യന്റെ പ്രകൃതമാണ്. ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞെന്ന് നമ്മൾ അറിയാൻ ഇടയായാൽ അങ്ങനൊന്നും ആവണ്ട കേട്ടാ. എനിക്ക് പോസിറ്റീവ് എനർജിയാ ഉണ്ടാവാറ് പൊതുവെ. ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ് വിഷമൊന്നും ആകലില്ല. അൽഹംദുലില്ലാ, അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ അല്ലെ. നമ്മളിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളാണ് മറ്റുള്ളവർ ആരോപിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ അഭയം തേടുക അല്ലെ. സുബ്ഹാനല്ലാഹ്, പറയുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇവിടെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും കാലം ഒന്നിച്ചു നിന്ന കുടുംബക്കാര്, ആൾക്കാര് എല്ലാരും അല്ലെ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാരും മാറ്റി നിർത്താന്ന് മാത്രല്ല അല്ലെ, അവരെന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹു തആല ആശ്വസിപ്പിക്കുകയാണ്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട്, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നീ എന്തല്ല, ബിമജ്നൂൻ, ഭ്രാന്തനല്ല, മാ അൻത, നീയല്ല, ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട്, ബിമജ്നൂൻ, നീ ഒരു ഭ്രാന്തനല്ല. നീ ഒരു ഭ്രാന്തനേ അല്ല. മാത്രല്ല അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വ ഇന്നലക, നിശ്ചയമായും, ഇന്ന എന്ന് പറയുമ്പോ ഉറപ്പിച്ചു പറയുന്നത് അല്ലെ, ലക്ക, നിനക്കുണ്ട്, തീർച്ചയായും നിനക്കുണ്ട് താനും എന്ത്, ല അജ്റൻ,
പ്രതിഫലം ഗൈറ മംനൂൻ, മുറിഞ്ഞു പോകാത്ത, മുറിയാത്ത, ഉദാരമായ, അങ്ങേയറ്റത്തെ ഉദാരമായ പ്രതിഫലം നിനക്കുണ്ട്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അല്ലെ. എന്തൊരു ആശ്വാസാണ്. എന്നിട്ട് പിന്നെ വീണ്ടും പറയാന്ന്, ഇന്നക, തീർച്ചയായും നീ, നിശ്ചയമായും നീ, ലഅലാ ഖുലുഖിൻ അളീം, ഉന്നതമായ സ്വഭാവത്തോടു കൂടിയാണ്. അതായത് അളീം, ഒരു മഹത്തായ ഒരു സ്വഭാവ ഗുണത്തോടു കൂടിയാണ് നീ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അവരങ്ങനെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവര് പറഞ്ഞുണ്ടാക്കുന്നതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അല്ലെ. അവര് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫസതുബ്സിറു വയുബ്സിറൂൻ, അവരെന്താണ്, ഫസതുബ്സിറു അല്ലെ. സ നമുക്കറിയാലേ, ഈ സാന്റെയും ഇതിന്റെ എല്ലാം പ്രയോഗം എന്താണ്? അപ്പോൾ, ആകയാൽ, എന്നാൽ, അതിനാൽ, വഴിയെ അവർ അല്ലെ, വഴിയെ നീ കണ്ടറിയും, വയുബ്സിറൂൻ, അവരും കണ്ടറിയും. ഇതെല്ലാം അവർക്ക് അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. വഴിയെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത് അല്ലെ. സത്യത്തില് അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് അള്ളാഹിന്റെ റസൂലിന്റെ ഈ സ്വഭാവം എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിൽ പ്രവാചകനായി നിയോഗിച്ചത് അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. ശരിക്കും ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ശത്രുക്കൾ പോലും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പിന്നെ പ്രശംസിക്കാറുണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം തരത്തിൽ ശത്രുത ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് തന്നെ പറയുന്നത് എന്താണ്? സൽസ്വഭാവങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന്. അള്ളാഹുവിന്റെ റസൂലിനെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു തആല അയച്ചത് സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. സൽസ്വഭാവമായിട്ട് പരിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം പ്രസ്താവിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുമിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അല്ലെ നമുക്ക് അതിനുള്ള മാതൃകയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് പരിശോധിച്ചാല് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതിലൂടെയും നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും പറഞ്ഞാല് നമ്മളുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റാന്ന് പറയുമ്പോ ഇങ്ങനെ ഫർള് നിസ്കരിക്കുക, ഫർള് നിസ്കാരത്തിനോടനുബന്ധിച്ച് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഖുർആൻ ഓതാ, ദിക്ർ ചൊല്ലുക, ഇങ്ങനെ സദക്ക ചെയ്യാതെ പിന്നെ നിസ്കരിക്കുക, പിന്നെ നോമ്പെടുക്കാതെ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കലല്ല. നമ്മളെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയിക്കൊണ്ടേയിരിക്കണം. ഓരോ ഘട്ടങ്ങളിലും ഓരോ ഘട്ടങ്ങളിലൂടെയും നമ്മളെ ജീവിതവുമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പം പിന്നെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാന്ന്, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, നീ നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നീ എന്തല്ല, നീ ഒരു ഭ്രാന്തനല്ല. വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, മാത്രല്ല നിനക്കെന്തുണ്ട്, ഒരു മുറിക്കപ്പെടാത്ത പ്രതിഫലം നിനക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ എന്താണ്, ഒരു
ഉത്തമമായ സ്വഭാവത്തോടു കൂടിയാണ് ഈ ഭൂമിയിൽ അള്ളാഹു താല നിയോഗിച്ചിട്ടുള്ളത് അല്ലെ. ശത്രുക്കളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എങ്ങനെയായിരുന്നു അല്ലെ? അത് അവർക്ക് വഴിയെ അറിയാറാകും അള്ളാഹു താല പറയുന്നത് അല്ലെ. ഫസതുബ്സിറു വയുബ്സിറൂൻ, നീയും കണ്ടറിയും അവരും കണ്ടറിയും. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ബി അയ്യിക്കും, നിങ്ങളിൽ ആരാണ് അൽ മഫ്തൂൻ, കുഴപ്പത്തിൽ അകപ്പെട്ടവന് എന്ന് വഴിയെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം അള്ളാഹു ഇപ്പൊ ഇവിടെ ഇതുപോലെ നമുക്കറിയാം അല്ലെ, സൂറത്തു ദുഹായില് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ആശ്വാസമാണ് അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവിടെ കുറച്ച് പിന്നെ ഇങ്ങനെ എന്താണ് ഒരു അവതരണം അല്ലെ, ഖുർആനിന്റെ അവതരണം ഇത്തിരി വൈകി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താകുന്നത്, പിന്നെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു ആശ്വാസ വചനം അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും പിന്നെ ശരിക്കും അത് എല്ലാവർക്കും ഉള്ള ആശ്വാസം തന്നെയാണ് അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസ വചനങ്ങളാണെങ്കിലും നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താണ് അത് ആശ്വാസം തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല നിയോഗിക്കുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ എന്ന ആ തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ മക്കയില് അത്രയും പിന്നെ എന്താ പറയാ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ പിന്നെ ആളുകള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് അല്ലെ. ശരിക്കും അള്ളാന്റെ റസൂല് ഒരുപാട് പീഡനങ്ങള് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് നിസ്കരിക്കുന്ന സമയത്ത് അബൂജഹലും അനുയായികളും അല്ലെ, അവര് പിന്നെ അബൂജഹൽ ഇങ്ങനെ വെല്ലുവിളിക്കും ആടുള്ള ആൾക്കാരോട്, നിങ്ങളിൽ ആരാ ഈ പിന്നെ ഈ ഒട്ടകത്തിന്റെ പഴകിയ കുടൽമാല കൊണ്ടുവരിക, എന്നിട്ട് മുഹമ്മദ് സുജൂദ് ചെയ്യുമ്പോ അവന്റെ മുതുകത്തിടുക അല്ലെ. അപ്പോ അത് കേട്ടപ്പോ തന്നെ അവരിൽ ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ അത് പോയി ചെയ്ത് ഇല്ലേ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോയപ്പോ ചുമലിലൂടെ അങ്ങോട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു. അത് തടയാനുള്ള കരുത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ പരസ്പരം ചിരിക്കാനും ആഹ്ലാദിക്കാനും തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെങ്കിലോ സുജൂദിന്ന് എണീക്കാൻ കഴിയാണ്ട് ആ അവസ്ഥയിൽ തന്നെ തുടർന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ നിന്ന് അത് എടുത്ത് കളഞ്ഞു. നബി തന്റെ തല ഉയർത്തിയിട്ട് പിന്നെ പറയുന്നുണ്ട്, അള്ളാഹുവെ ഖുറൈശികളുടെ കാര്യത്തിൽ നീ മതിയായവനാണ്. ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഓരോരുത്തരുടെയും ഇത് ചെയ്ത ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അബൂജഹലിന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഉത്ബയുടെയും ഷൈബയുടെയും ഈ വലീദിന്റെയും ഉമയ്യത്ത് ബിൻ ഖലഫിന്റെയും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെയും കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അന്ന് ഉപദ്രവിച്ച ഈ ആളുകളെല്ലാം ബദർ യുദ്ധത്തില് പിന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ അള്ളാന്റെ റസൂൽ അത്രമാത്രം പീഡനങ്ങൾ സഹിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. എന്നിട്ട് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് നടത്തുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് ആശ്വാസമായിക്കൊണ്ട് അല്ലെ, അള്ളാഹു ഇത് പറയും പോലെ ഇതിലും വലിയ ആശ്വാസം വേറെ എന്താ അള്ളാന്റെ റസൂലിന് ഉള്ളത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പിന്നെ
ഈ ദുനിയാവില് മാത്രല്ല അല്ലെ. ഇന്നലെ കല അജ്റൻ ഗൈറ മംനൂൻ എന്ന് പറയുമ്പോ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം എന്ന് പറയുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും കണക്കില്ലാത്ത പ്രതിഫലം ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവിടത്തെ ഇത് അല്ലെ ഇവിടത്തെക്കാളും റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നൽ എന്താണ് വൽ ആഖിറത്ത് വൽ ഊല അല്ലെ. പരലോകമാണെന്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അള്ളാന്റെ റസൂലിനുള്ളത്. അവിടെ എപ്പോഴും അല്ലെ മുമ്പിൽ ഏറ്റവും മുൻപിലാണ് ആര് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച പ്രയാസം നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആശ്വാസവും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അവരൊക്കെ അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും അവർക്കൊക്കെ എന്താണ് വഴിയെ കാര്യങ്ങള് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ പിന്നെ പറയുന്ന. അടുത്തൊരായത്തും കൂടി എടുക്കാം. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل عن സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ് ഹുവ അഅലമു അവൻ അറിയുന്നു, അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ബിമൻ ضل പിഴച്ചവരെ കുറിച്ച്, വഴി തെറ്റിപ്പോയ ആളുകളെ പറ്റി, അൻ സബീലിഹി തന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗം വിട്ട് വഴി തെറ്റിപ്പോയവരെ പറ്റി അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, വഹുവ അഅലമു അവനറിയാം, ഏറ്റവും നന്നായി അറിയാം, അറിയുന്നവനാണ് എന്ത് ബിൽ മുഹ്തദീൻ നേർമാർഗം പ്രാപിച്ചവരെ പറ്റി. അപ്പോ അള്ളാന്റെ മാർഗം വിട്ട് തെറ്റിപ്പോയ ആളുകളെ കുറിച്ചിട്ടും നേർമാർഗം പ്രാപിച്ച ആളുകളെ കുറിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായിട്ട് അറിയാന്ന് പറയുന്നു. അള്ളാഹ്ക്ക് എല്ലാം അറിയാം. അള്ളാഹുവിന്റെ അറിവില് പെടാത്തതായിട്ട് ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളത് മനസ്സിലാക്കണം അല്ലെ. ഈ മുശ്രിക്കുകളെ പിന്നെ നമുക്ക് പിന്നെ മുശ്രിക്കുകളുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അല്ലെ. ഹിദായത്തിലായ സന്മാർഗത്തിലേക്ക് വന്ന മുസ്ലിങ്ങളുടെ സ്വഭാവം അള്ളാഹ്ക്ക് അറിയാം. അത് അന്നും ഇന്നും അങ്ങനെ തന്നെ അല്ലെ. എല്ലാ കാലത്തും അള്ളാഹു തആലക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുക. ഇനി പോകെ പോകെ കുറേ കാര്യങ്ങളുണ്ട് ഈ സൂറത്തില്. നമുക്ക് ഒരു വലിയ തോട്ടക്കാരുടെ സംഭവങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് എടുക്കുമ്പോ നിങ്ങൾക്ക് പഠിക്കാനെല്ലാം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ ആയത്തുകളാണ്, അതുകൊണ്ടാണ് 7 ആയത്തുകൾ വന്നത്. ആകെ ഒരു 4 വരി മാത്രമേ വരുന്നുള്ളൂ. പഠിക്കാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും എളുപ്പമാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധ ഖുർആനിനെ ഓരോ ആയത്തുകളും നമുക്ക് അർത്ഥസഹിതം ഉറ്റാലോചനയോടുകൂടി മനഃപ്പാടമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഖുർആനിന്റെ വഴിയിൽ ജീവിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാഹ്. ആമീൻ. وعليكم السلام ورحمة الله ചോട്ടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ 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 യാ റബ്ബൽ അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ യാ റബ്ബൽ ആലമീൻ. നജിമ കേറിയുണ്ടാ? നജിമ കുട്ടി ഉണ്ട് വെച്ചിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്. വെച്ചിട്ടുണ്ട്. കരവുണ്ട്, ഇവിടെ കരവുണ്ട്. കാത്തുനിന്ന് ഞങ്ങളിവിടെ എഡിറ്റ് ആക്കാൻ തുടങ്ങി.
ജമീല വലൈക്കും വറഹ്മത്തുള്ളാഹി കാണാൻ വബറകാതുഹു. വരുമ്പോഴേ ഞാനിങ്ങനെ ഈ സമയത്ത് പുതിയാപ്പിളിന് ഉണ്ടാവലുണ്ട്. മുമ്പൊക്കെ വരണം. നസീർ ഉണ്ടോ? അല്ല ജമീല ആരാ ഉള്ളതെന്ന് വെച്ചാല് മീറ്റിംഗ് എൻഡ് ചെയ്തൊന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറോ ഞാൻ ഇറങ്ങുകയാണേ.